നമസ്കാരം. ബോൾട്ട് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ബോൾട്ട്സിൻ്റെ ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുന്നതിനായി ബ്ലാങ്ക് സൈസ് ഫയൽ ചെയ്യുക. ബോൾട്ടിൻ്റെ ത്രെഡ് അറ്റത്ത് ഷാംഫർ ചെയ്യുക. ബോൾട്ട്സിൻ്റെ ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുന്നതിനാവശ്യമായ നീളം മാർക്ക് ചെയ്യുക. ഡൈ സ്റ്റോക്ക് എന്നിവ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് പരിശോധിക്കുക. കട്ടിംഗ്, ബെൻഡിംഗ്, അസംബ്ലിംഗ് പ്രക്രിയകളിലൂടെ മെറ്റൽ രൂപങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് മെറ്റൽ ഫാബ്രിക്കേഷൻ. വിവിധ അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് മെഷീൻസ്, പാർട്സ്, സ്ട്രക്ചേഴ്സ് എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന ഒരു മൂല്യവർദ്ധിത പ്രക്രിയയാണിത്. രണ്ടോ അതിലധികമോ ഒബ്ജക്റ്റുകളെ മെക്കാനിക്കലി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന ഒരു ഹാർഡ്വെയർ ഉപകരണമാണ് ഫാസ്റ്റ്നർ. പൊതുവെ സ്ഥിരമല്ലാത്ത ജോയിൻറ്റുകൾ സൃഷ്ടിക്കാൻ ഫാസ്റ്റ്നർ ഉപയോഗിക്കുന്നു. അതായത് ജോയിൻ ചെയ്യുന്ന കോമ്പണൻറ്റിന് കേടുപാടുകൾ വരുത്താതെ നീക്കം ചെയ്യാനോ ഡിസ്മാൻഡിൽ ചെയ്യാനോ സാധിക്കുന്ന ജോയിൻറ്റുകൾ. വിവിധ തരം ഫാസ്റ്റ്നേഴ്സ് ഇവയൊക്കെയാണ്: നട്ട്സ്, ബോൾട്ട്സ്, സ്ക്രൂസ്, വാഷേഴ്സ്, കീ ആൻഡ് കീവേസ്, സ്റ്റഡ്സ്, റിവറ്റ്സ്, ആങ്കേഴ്സ്, നെയിൽസ്, ഇൻസെർട്സ്, റീറ്റെയിനിങ് റിങ്സ്, ക്ലെവിസ് പിൻസ് ആൻഡ് കോട്ടർ പിൻസ്. മെറ്റലിൻ്റെ നേർത്ത റോഡിൽ നിന്നാണ് വ്യത്യസ്ത ആകൃതിയിലുള്ള ഹെഡുകൾക്കുള്ള ബോൾട്ട്സ് നിർമ്മിക്കുന്നത്. ഹെഡിൻ്റെ തരവും ത്രെഡിൻ്റെ നീളവും അനുസരിച്ചാണ് ബോൾട്ട്സ് അറിയപ്പെടുന്നത്. നമുക്ക് ബോൾട്ട്സ് തയ്യാറാക്കുന്നത് പഠിക്കാം. 25 mm ഡയാമീറ്റർ ഉള്ള ഒരു വർക്ക് പീസ്, 50 mm നീളത്തിൽ മുറിക്കുക. വർക്ക് പീസ് 3 ജോ ചക്കിൽ ഹോൾഡ് ചെയ്യുക. വർക്ക് പീസിൻ്റെ ഇരുവശത്തും ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. റൗണ്ട്നെസ് ലഭിക്കുന്നതിന് പ്ലെയിൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. 20 mm ഡയാമീറ്റർ സൈസ് ലഭിക്കാൻ വർക്ക് ടേൺ ചെയ്യുക. നീളം 40 mm കുറയ്ക്കാൻ ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. ഡ്രോയിങ് അനുസരിച്ച് 32 mm നീളത്തിൽ, അതായത് ബ്ലാങ്ക് സൈസ്, ഡയാമീറ്റർ 9.875 mm സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. mm ഡയാമീറ്റർ ഉള്ള ഹെഡിൻ്റെ ഫേസിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിൾ വൃത്തിയാക്കുക. മാഗ്നറ്റിക് വി ബ്ലോക്ക്, വെർനിയർ ഹൈറ്റ് ഗേജ് എന്നിവ വൃത്തിയാക്കുക. പ്രീ മെഷീൻഡ് സിലിണ്ടറിക്കൽ ജോബ് മാഗ്നറ്റിക് വി ബ്ലോക്കിൽ വയ്ക്കുക. റൗണ്ട് ബാറിന് മേലെ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ സ്ക്രൈബർ പ്ലേസ് ചെയ്യുക. വെർനിയർ ഹൈറ്റ് ഗേജിൽ പ്രാരംഭ റീഡിങ്ങിനേക്കാൾ 2.9 mm കുറവ് അളവ് സെറ്റ് ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് റൗണ്ട് ബാറിൻ്റെ ഫേസിൽ ലൈൻ AB സ്ക്രൈബ് ചെയ്യുക. മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് ട്രൈസ്ക്വയർ, സ്ക്രൈബ് ലൈൻ BC എന്നിവ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രിയിലേക്ക് തിരിച്ച് സെറ്റ് ചെയ്യുക.
മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് ട്രൈ സ്ക്വയർ, സ്ക്രൈബ് ലൈൻ CD എന്നിവ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രിയിലേക്ക് തിരിച്ച് സെറ്റ് ചെയ്യുക. മുമ്പത്തെ നടപടിക്രമം അനുസരിച്ച് ട്രൈ സ്ക്വയർ, സ്ക്രൈബ് ലൈൻ AD എന്നിവ ഉപയോഗിച്ച് വർക്ക് 90 ഡിഗ്രിയിലേക്ക് തിരിച്ച് സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് സ്റ്റീൽ റൂൾ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് AC ആൻഡ് BD എന്നീ കോർഡിനേറ്റ് പോയിന്റുകൾ ജോയിൻ ചെയ്യുക. സെൻറ്റർ പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് Oയിൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. ഇതാണ് സർക്കിളിൻ്റെയും ഹെക്സഗണിൻ്റെയും കേന്ദ്രം. ലൈൻ BDയുടെ ഇരുവശത്തും 5 mm അകലത്തിൽ PQ, SR എന്നീ സമാന്തര രേഖകൾ വരയ്ക്കുക. അതായത് 2 വരകളും BDക്ക് സമാന്തരമായി. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് 10 mm ഹെക്സഗൺ ലഭിക്കാൻ വർക്ക് പീസിൻ്റെ മധ്യഭാഗവും ഹെക്സഗണിൻ്റെ മധ്യഭാഗവും ഒന്നാകുന്ന വിധത്തിൽ PA, Q, R, C, S, P എന്നീ പോയിന്റുകൾ സ്ട്രെയിറ്റ് ലൈനിനാൽ ജോയിൻ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഫേസിൽ ഹെക്സഗൺ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. പ്രൊഫൈൽ ലഭിക്കുന്നതിന് ഒരു ബെഞ്ച് വൈസിൽ വെച്ച് ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് റഫ് ഫയൽ ചെയ്യുക. ഹെക്സഗണിൻ്റെ ഫ്ലാറ്റ് സൈഡുകൾ നിർമ്മിക്കുന്നതിന് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഹെക്സഗണിൻ്റെ സൈഡുകൾ ഫയൽ ചെയ്യുക. ത്രീജോ ചക്കിൽ ഹെക്സഗൺ ബോൾട്ടിൻ്റെ നീളത്തിലുള്ള വശം ഫിക്സ് ചെയ്യുക. 2 mm × 45 ഡിഗ്രി എന്ന അളവിൽ ഹെക്സഗണൽ ഹെഡ് സൈഡ് ചാംഫർ ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് അലൂമിനിയം വൈസ് ക്ലാമ്പുകൾക്കൊപ്പം ഹെക്സഗൺ ഹെഡ് ബോൾട്ട് ബെഞ്ച് വൈസിൽ 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്യുക. M10 ത്രെഡ് സൈസിനും 1.5 mm പിച്ചിനും ബ്ലാങ്ക് സൈസ് 9.875 mm ആയിരിക്കും. ഡൈ സ്റ്റോക്കിൽ M10 ഡൈ സെറ്റ് ചെയ്യുക. ഹെക്സഗണൽ ഹെഡ് ബോൾട്ടിൻ്റെ റൗണ്ട് ബ്ലാങ്ക് അറ്റത്ത് ഡൈ സ്റ്റോക്ക് ഉപയോഗിച്ച് ഡൈ പ്ലേസ് ചെയ്യുക. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുന്നതിന് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറക്കുക. എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഹെക്സഗണൽ ഹെഡ് ബോൾട്ടിന് ലംബമാണ് ഡൈ എന്ന് ഉറപ്പാക്കുക. ഡൈ സ്റ്റോക്കിൽ തുല്യമായി സമ്മർദ്ദം ചെലുത്തുക. കൂടാതെ ബ്ലാങ്ക് സ്പേസിൽ 18 mm വരെ എക്സ്റ്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ത്രെഡ് പിച്ച് പരിശോധിക്കുക. ഒരു നേർത്ത കോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. ബോൾട്ടിൻ്റെ ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുന്നതിനായി ബ്ലാങ്ക് സ്പേസ് ഫയൽ ചെയ്യുക. ബോൾട്ടിൻ്റെ ത്രെഡ് അറ്റത്ത് ചാംഫർ ചെയ്യുക. ബോൾട്ട്സിൽ ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുന്നതിനാവശ്യമായ നീളം മാർക്ക് ചെയ്യുക. ഡൈ സ്റ്റോക്ക് എന്നിവ ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് കട്ട് ചെയ്യുക. സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിച്ച് ബാഹ്യ ത്രെഡ് പരിശോധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ബോൾട്ട് നിർമ്മാണത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.